ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. ഒന്നും കേക്കണ്ട എനിക്ക് കെവിൻ. ആയിക്കോ, എന്ത് വേണേലും ആയിക്കോ. നിന്നെ ഞാൻ എന്റെ സഹോദരനെ പോലെയാ കണ്ടിരുന്നത്. എന്നിട്ട് നീ എന്നെ പറ്റിച്ചു. അയ്യോ, അങ്ങനല്ല ബെല്ല. എങ്ങനെയല്ലാന്ന്? ഏറ്റവും വലിയ ശത്രുവിന്റെ കുടുംബത്തിലോട്ടാ നീ ചെന്ന് കേറാൻ പോന്നെ. ഇനിയിപ്പൊ ഞാനാവൂല നിന്റെ ശത്രു. പ്ലീസ് ബെല്ല, അങ്ങനെയൊന്നും പറയാതെ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തന്നെ തുടരും. അതുപോലെ നമ്മുടെ ഒരു രഹസ്യവും ചോർന്നു പോവുകയില്ല. മറിച്ച് അവിടുത്തെ പല കാര്യങ്ങളും ശാരികയിൽ കൂടി ഇങ്ങോട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. സത്യം. എന്തോ നിന്നിലുള്ള വിശ്വാസം മുഴുവനായിട്ട് എനിക്കില്ലാതായി. നീ ദേവികയുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചത് പോലും എന്നോട് മറച്ചു വെച്ചില്ലേ? പ്ലീസ് ബെല്ല, അന്ന് എന്താ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നീ അത് വിട്. ബെല്ല, നമ്മുടെ സ്നേഹബന്ധം ഇങ്ങനെ തന്നെ പോണം. പ്ലീസ്. ഇനി ഞാൻ എന്ത് പറയാനാ? ബെല്ല, അല്ല, ആദ്യം പാർട്ടി ഓഫീസിൽ പോകണമെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ DGP ഓഫീസിലേക്ക് പോകുന്നത്? അതൊക്കെ ഉണ്ട് മുരളേട്ടാ. കാത്തിരുന്ന് കാണുമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ കാത്തിരുന്ന് കാണേണ്ട സംഭവ പരമ്പരകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവതരിക്കാൻ പോവാ. ആഹാ, ഭയങ്കര സസ്പെൻസ് എന്തോ ആണെന്ന് തോന്നല്ലോ. ആ അതെ, ചില സസ്പെൻസുകൾ പൊളിഞ്ഞു വീഴാൻ പോവാ. പുതിയ സംഭവങ്ങൾ പലതും തുടങ്ങാൻ പോകുന്നു. അങ്ങനെ ഇനി പലതും സംഭവിക്കാൻ പോകുന്നു. അല്ല, എന്തെങ്കിലും സൂചന കിട്ടിയാലേ എനിക്കും അതിലൊന്ന് പങ്കുചേരായിരുന്നു. മുരളേട്ടനെയും കൂടി പങ്കെടുപ്പിച്ചിട്ടേ ഇനി ഏത് കാര്യവും മുന്നോട്ട് പോകുന്നുള്ളൂ. പോരെ? എന്നാ പറഞ്ഞ കാര്യം എന്താ? കാര്യം എന്താന്ന് വെച്ചാ, ആ ഇന്നലെ വരെ ശരിയായിരുന്നു എന്ന് കരുതിയതൊക്കെ ഇന്ന് തെറ്റാണെന്ന് മനസ്സിലായി തുടങ്ങിയ മുരളേട്ടന്റെ പ്രതികരണം എന്തായിരിക്കും? ഞാനൊന്ന് ഞെട്ടും, ചിലപ്പോ ഒന്ന് പതറിയെന്നും വരും. അതേ മാനസികാവസ്ഥയിലാ ഞാനും. ഒന്ന് ഞെട്ടി, ആകെ പതറിയിരിക്കുക. എന്താ ദേവിക കാര്യം? കുറെ രഹസ്യങ്ങൾ പൊളിഞ്ഞു വീണിരിക്കുന്നു മുരളേട്ട. എന്താ അത്? ഞാൻ പറയാം. കെവിൻ, മുഖത്ത് നോക്കി കള്ളം പറയരുത്. ദേവിക തന്നെ കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിപ്പിച്ചത് പ്രധാനപ്പെട്ട എന്തോ കാര്യം ഡിസ്കസ് ചെയ്യാനല്ലേ? അതെ, പ്രധാനപ്പെട്ട കാര്യം തന്നെയാ. നന്ദന്റെ കാര്യം ചോദിക്കാനാ ദേവിക എന്നെ വിളിപ്പിച്ചത്. കള്ളം പറയാതടോ. തന്റെ മുഖം പറയുന്നുണ്ട് മറ്റെന്തോ കാര്യം സംസാരിക്കാനാണ് ദേവിക തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. അയ്യോ അല്ല സാർ, സത്യം. ആന്റി ഋഷിയുടെ കാര്യം ചോദിച്ചില്ലേ, അതുപോലെ ദേവിക നന്ദന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിപ്പിച്ചതാ. എനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്റെ മോനെ കടത്തിക്കൊണ്ടുപോയ ഒരാൾക്ക് ഇങ്ങനൊരു കള്ളം പറയാനാണോ ബുദ്ധിമുട്ട്? ആന്റി എന്താ എന്നെ മനസ്സിലാക്കാത്തത്? ഋഷിയെ പോലെ ഞാനും മകന്റെ സ്ഥാനത്താണെന്നല്ലേ നേരത്തെ ആന്റി പറഞ്ഞത്. അപ്പോ എന്റെ സഹോദരനായ ഋഷിക്ക് ഒരാപത്ത് വരാൻ ഞാൻ കൂട്ടുനിൽക്കുവോ? കെവിൻ നന്നായിട്ട് അഭിനയിക്കാനും പഠിച്ചിരിക്കുന്നു CP. ആന്റി, അഭിനയം അല്ല. നന്ദന്റെ കാര്യത്തിലും ദേവിയയ്ക്ക് ഇസബെല്ലയെ കുറിച്ചാ സംശയം. എന്നിട്ട് കെവിൻ സംശയമൊക്കെ തീർത്തു കൊടുത്തോ? ആന്റിയോട് സംസാരിച്ചിട്ട് കാര്യമില്ല. സംശയ ദൃഷ്ടിയോടെ എന്നെ കാണുന്നത്. കെവിൻ അറിയാം ഋഷി എവിടെ, നന്ദൻ എവിടെ എന്നൊക്കെ. ഈ കാര്യം നമ്മൾ പലതവണ സംസാരിച്ച് കഴിഞ്ഞു. മുമ്പ് പറഞ്ഞതിനപ്പുറം മറ്റൊന്നും എനിക്ക് പറയാനുമില്ല. നീ ഇങ്ങനെ ദേഷ്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മനസ്സ് സങ്കല്പിക്കാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോ അറിയാതെ എനിക്ക് ദേഷ്യം വന്ന് പോവും. ആന്റി, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കേ. എനിക്ക് നന്ദനെ കുറിച്ചും അറിയില്ല, ഋഷിയെ കുറിച്ചും അറിയില്ല. ഞാൻ പോവാ. എവിടെ നിക്ക് CP, വേണ്ട.
അവൻ പോയിക്കോട്ടെ. സിപിക്ക് എന്ത് തോന്നുന്നു? അവൻ പറയുന്നത് സത്യമായിരിക്കുന്ന തോന്നുന്നത്. അവൻ അറിയാൻ പാടില്ലായിരിക്കും. അപ്പൊ പിന്നെ എന്റെ മോൻ എവിടെയാ? ഇവനെ അറിയിക്കാതെ ആ ഇസബെല്ല ഓപ്പറേറ്റ് ചെയ്താവാനും വഴിയുണ്ട്. എന്തായാലും ഋഷി എവിടെയോ സേഫ് ആയിട്ടുണ്ട്. മേഡം പേടിക്കണ്ട. അച്ഛനോട് DGP അന്വേഷണം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആഹാ, മോളെ അദ്ദേഹത്തെ കണ്ടിരുന്നോ? ഓ, ഇപ്പോഴത്തെ കേസ് അന്വേഷണം മതിയാക്കാൻ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛാ. എന്റെ ദേഷ്യവും കരച്ചിലും ഒക്കെ കണ്ടിട്ടാവണം. അദ്ദേഹം എന്നോട് കുറെ നേരം സംസാരിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് MLA എന്ന നിലയിൽ അച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചതും നിങ്ങൾ തമ്മിലുള്ള സൗഹൃദവും ഒക്കെ പറഞ്ഞു. അങ്ങനെ സൗഹൃദമൊന്നുമില്ല മോളെ. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന പുരുഷോത്തമ സാറിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം നടത്തി കൊടുത്തിട്ടുണ്ട്. അതിപ്പോഴും DGPയുടെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ അദ്ദേഹത്തെ പോയി കാണാമായിരുന്നു. എന്തായാലും ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. ആണോ? DYSP കുരുവിളയുടെ അന്വേഷണം തടസ്സപ്പെടുത്താതെ തന്നെ ആരെയും അറിയിക്കാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അദ്ദേഹം നിയോഗിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഫോഴ്സിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാ ഇപ്പോഴത്തെ DGP. കള്ളം പറയില്ല. DYSP കുരുവിളയും ഇസബെല്ലയും തമ്മിലുള്ള ബന്ധവും നന്ദുവിന്റെ തിരോധാനത്തിലെ പ്രശ്നങ്ങളും ഒക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടച്ചാ. ഇപ്പൊ കേസന്വേഷണം ഇഴയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ മനസ്സിലാക്കിയിരുന്നു. വളരെ പോസിറ്റീവായ DGP പ്രതികരിച്ചത്. ഷാഡോ പോലീസിന്റെ ഒരു സ്പെഷ്യൽ ടീമിനെ അന്വേഷണത്തിന് നിയോഗിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി SBI മീറ്റിംഗും വെച്ചു. അതൊരു നല്ല കാര്യമാണല്ലോ. അതെ, ഒരു SIT രൂപീകരിച്ച അത് വാർത്തയാവും. പലവിധ കുരുക്കുകളും ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇനിയിപ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അന്വേഷണം നടക്കും. അമ്മ എന്താ ഒന്നും പറയാത്തെ? ഞാനിതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നുമില്ല. ഷാഡോ പോലീസോ സാധാ പോലീസോ ആരും അന്വേഷിക്കട്ടെ. എനിക്ക് എന്റെ നന്ദനെ കണ്ടുപിടിച്ചാ മതി. കണ്ടുപിടിക്കൂ അമ്മേ. അമ്മ സമാധാനമായിട്ടിരിക്കണം. എന്നുവെച്ചാ ഞാൻ ബഹളം ഉണ്ടാക്കുന്നത് കാരണമാണ് നന്ദനെ കണ്ടുപിടിക്കാത്തതെന്ന് അല്ലേ? താൻ എന്താ പ്രഭ ദേവിക്ക് ഉദ്ദേശിക്കാത്ത അർത്ഥമൊക്കെ കാണുന്നത്? വളരെ സന്തോഷത്തോടെ ഒരു നല്ല കാര്യം പറയുമ്പോൾ തുറന്ന മനസ്സോടെ അത് അംഗീകരിക്കണം. എന്റെ മനസ്സത്ര വിശാലമൊന്നും അല്ല സിദ്ധു. എന്റെ മോനെ കാണാതിരിക്കുമ്പോ എനിക്ക് ഉത്സാഹവും സന്തോഷവും ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ DGP കണ്ട കാര്യം പറഞ്ഞത് അബദ്ധമായോ? അബദ്ധം പറ്റിയത് എനിക്കാ. അമ്മ എന്താ ഉദ്ദേശിച്ചേ? വേണ്ട, നമുക്ക് ആ വിഷയം വിടാം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മ എന്നെ കൊച്ചാക്കി സംസാരിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അമ്മേ, മോളെ വേണ്ട, നീ വെറുതെ തർക്കിച്ച് വിഷമിക്കണ്ട. എന്തിനാ പ്രഭ ആ പാപത്തിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ശരി പറയടി. ചേച്ചി, ആ കെവിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്നാ പറയുന്നത്. എന്താ അത്യാവശ്യം എന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു.
അത് നേരി കാണുമ്പോ പറയാന്നാ പറഞ്ഞ. ഇത് ശൃംഗരിക്കാൻ വേണ്ടിട്ടാ. ഒരു ഔട്ടിങ്ങിന് പോകണമെന്ന് അവസാനം പറയുകയും ചെയ്തു. അവൻ ഔട്ടിങ് നമുക്ക് ഉടനെ ശരിപ്പെടുത്തി കൊടുക്കാം. അല്ലേച്ചി, വിളിച്ച സ്ഥിതിക്കൊന്ന് പോയി കാണണോ? വേണ്ട വേണ്ട, വിളിക്കുമ്പോഴൊക്കെ ഓടി അങ്ങ് ചെന്നാലേ നമ്മുടെ വില പോവും. ചിലപ്പോ സംശയം തോന്നും. അത് നേരാ. കുറച്ച് വെയിറ്റ് ഇട്ടിരിക്കുന്നതാ നല്ലത് അല്ലേ? ആ, അത് മതി. നാളെ എങ്ങനെ നോക്കാന്ന് പറ. ശരി. പിന്നെ ചേച്ചി. ശരി, ഞാൻ വിളിക്കാം. ആ ശരി. ഏയ്, എന്ത് വേണം? എനിക്ക് മാഡത്തിനോട് കുറച്ച് സമയം സംസാരിക്കണം. പറയാനുള്ളതൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കേട്ടു പ്രകാശ്. കുറ്റം ചെയ്തിട്ടില്ല, ഒക്കെ ചെയ്യിച്ചത് അരുന്ധതി മാഡം ആണ്. അതൊക്കെയല്ലേ? ഒക്കെ അറിഞ്ഞു. പുതിയതായിട്ടൊന്നും ഇല്ലല്ലോ. പുതുതായ ഒരു കാര്യമുണ്ട്. നന്ദനെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം. എന്നുവെച്ചാ നന്ദൻ എവിടെയാണെന്ന് പ്രകാശിന് അറിയാന്നാണോ? അയ്യോ, അങ്ങനെയല്ല. നന്ദൻ വീട്ടിലില്ലാന്നൊക്കെ അറിഞ്ഞപ്പോൾ നല്ല വിഷമായി. ഞാനും അന്വേഷണത്തിന് ഇറങ്ങാന്ന് പറഞ്ഞത്. ഓ, അതിന്റെ ആവശ്യമില്ല പ്രകാശ്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നന്ദൻ എവിടെയാണെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരും. മേഡം, ചിലപ്പോൾ വലിയ ക്രിമിനൽസ് ആയിരിക്കും നന്ദനെ അപായപ്പെടുത്തിയത്. എത്ര കൊടും ക്രിമിനൽ ആണെങ്കിലും ശരി, ഞങ്ങൾ വെറുതെ വിടുമെന്ന് കരുതണ്ട പ്രകാശ്. ആളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, പകരം വീട്ടുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ ആ ദുഷ്ടന്മാരെ കണ്ടെത്തണമെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ കാരണം ഒരുപാട് വേദനിച്ച കുടുംബ ചന്ദ്രോത്ത്. ഞാനല്ല തെറ്റ് ചെയ്തെങ്കിലും എനിക്ക് മേലാണ് തെറ്റിദ്ധാരണ മുഴുവൻ കിടക്കുന്നത്. അത് മാറണമെങ്കിൽ നന്ദനെ കാണാതായതിന് പിറകിലെ ആളിനെ കണ്ടുപിടിക്കണം. മേഡം, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മറ്റാരുമല്ല, ആ അരുന്ധതി തന്നെയായിരിക്കും ഇതിന്റെ എല്ലാത്തിൻ്റെയും പുറകില്. ദേവിക മേഡം ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ സത്യങ്ങൾ ഒരിക്കൽ തെളിയും. അന്ന് മേഡത്തിന് മനസ്സിലാവും ഈ പ്രകാശ് നിരപരാധിയായിരുന്നു എന്ന്. ഈ വീടിന്റെ പടി കയറാൻ പോലും മേഡം എന്നെ അനുവദിച്ചില്ല. പക്ഷേ എന്റെ നിരപരാധിത്വം തെളിയുന്ന ഒരു ദിവസം മേഡം എന്നെ അനുവദിക്കും. എന്നാ ശരി മേഡം. എങ്ങനെ പറയണത്? നിന്റെ ജീവനായിരുന്നില്ലേ നന്ദമോൻ? നിന്റെ കൂട്ടുകാരന്മാരെ വിളിച്ച് എവിടെയും പോയി അന്വേഷിച്ചാൽ എന്താ? അമ്മേ, ഈ കേസിൽ മറ്റാരും ഇടപെടാതെ ദേവിക തന്നെ തീർപ്പുണ്ടാക്കും. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാ ദേവിക ഇപ്പൊ നടത്തുന്നത്. എന്നോട് കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറയാറില്ല. എന്തായാലും ദേവിക വൈകാതെ തന്നെ തീർപ്പുണ്ടാക്കും. തീർപ്പുണ്ടാക്കും കാണാം. കുറെ കാലം ഇതുപോലെ പലതും കേൾക്കാൻ തുടങ്ങിയിട്ട്. ചുമ്മാ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നെന്ന് വരുത്തുന്നത് മാത്രം. അതിനപ്പുറം ഒന്നും നടക്കുന്നില്ല. അങ്ങനല്ലമ്മേ, നന്ദനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനപ്പുറം ദേവികയ്ക്ക് വേറെ ചിന്തയൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല. ലോകത്തിലെല്ലാവർക്കും അവനവന്റെ കാര്യങ്ങൾ തന്നെയാ വലുത്. ഇപ്പൊ തന്നെ എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലേ വീട്ടിലുള്ളവർ മരിച്ചാൽ മറ്റുള്ളവർ കൂടെ മരിക്കുവോ?
നമ്മളങ്ങ് ജീവിക്കും, അത്ര തന്നെ. ഇവിടെ അതുപോലെ തന്നെയാ. എന്തായാലും നന്ദമോനൊരു അപകടം പറ്റി. ഇനി അതോർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കാണും. അവൾ അവളുടെ വഴിക്ക് അങ്ങ് പോയി. അമ്മേ, പുറത്ത് നിന്ന് ഊഹിക്കുന്ന പോലെയല്ല യഥാർത്ഥ കാര്യങ്ങൾ. അമ്മയ്ക്ക് പണ്ടേ തന്നെ ദേവിയോട് ഒരു ഇഷ്ടക്കുറവുണ്ട്. എനിക്ക് ആരോടും ഒരു ഇഷ്ടക്കേടും ഇല്ല. ദേവികയുടെ രീതി ശരിയല്ലെന്ന് കണ്ടു തുടങ്ങിയെടുത്തുന്നാണ് ഞാൻ അവളെ എതിർത്തു തുടങ്ങിയത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അവള് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു. ദേവിക മത്സരിക്കുന്നത് പ്രഭാന്റിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മയ്ക്കും എതിർപ്പ് വന്നത്. അമ്മ, ദേവിക MLA മന്ത്രിയോ ഒക്കെ ആയാലും ശരി, ചുറ്റുപാടൊന്നും മറക്കുന്നവളല്ല അവള്. എന്തായാലും ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. അമ്മേ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ദേവിക തന്നെയായിരിക്കും നന്ദനെ കണ്ടെത്താൻ പോകുന്നത്. ഇതിനിടയിൽ സംഭവിച്ച എന്തൊക്കെയാണെന്ന് നന്ദൻ പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റൂ. അതുകൊണ്ട് കുറച്ചുകൂടി അമ്മയൊന്ന് ക്ഷമിക്കും. നമസ്കാരം മാഡം. നമസ്കാരം. ഇതാരാ? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. എന്താ കാര്യം? അത് നമുക്ക് സംസാരിക്കാം. അകത്തേക്ക് വരാമോ? വരൂ. താങ്ക് യു മാഡം. വരൂ എസ്തപ്പൻ ചേട്ടാ. ദേവിക ഇരിക്കേ. വേണ്ട, എനിക്ക് ഉടനെ തിരിച്ചു പോണം. എന്താ ദേവിക, എന്താ കാര്യം? മാഡം, നമ്മളിപ്പോ തുല്യ ദുഃഖിതരാ. ഒരേ വഞ്ചിയിലെ യാത്രക്കാർ. മാഡത്തിന്റെ മകനെ കുറിച്ചുള്ള വിഷമോ? എനിക്ക് എന്റെ ഭർത്താവിനെ കാണാത്തതിന്റെ ടെൻഷൻ. ഇപ്പോ എന്നെ സഹായിക്കാൻ മാഡത്തിനെ പറ്റുള്ളൂ. നന്ദു എവിടെയാണെന്ന് മാഡം പറയണം. ദേവിക, എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ പോലീസിന്റെ പണി നീ അങ്ങ് സ്വയം ഏറ്റെടുത്തേക്ക് വേണോ? ഈ നിൽക്കുന്ന ആള് നിനക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞല്ലോ. കണ്ടാൽ അറിയാം തനി ഗുണ്ടയാണെന്ന്. അതെ മാഡം, അല്പം ഗുണ്ടായസൊന്നും ഇല്ലാതെ ഇക്കാലത്ത് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. അതൊക്കെ താൻ തന്റെ വീട്ടിലെടുത്താ മതി. ഗുണ്ടകൾ ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടുള്ളവളാ ഞാൻ. അതറിയാം മാഡം. ഏത് ടീമിനെ കൊട്ടേഷൻ കൊടുത്ത് നന്ദൻ സാറിനെ മാറ്റിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളങ്ങ് വെക്കോളാം. ദേവിക, ഇയാളെയും വിളിച്ച് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോ. ഇല്ലെങ്കിൽ അറിയാലോ നിനക്കെന്നെ. ഏയ് മാഡം, അങ്ങനെ വിരട്ടാതെ. എസ്തപ്പൻ ചേട്ടാ, വേണ്ട. നന്ദുവിനെ കുറിച്ച് മാഡത്തിന് ഒരു അറിവും ഇല്ലാന്നാണോ? സത്യമാ, എന്റെ മോൻ ഋഷിയാണ് സത്യം. എനിക്കറിയില്ല ദേവിക. ശരി, ഞാൻ വിശ്വസിച്ചു. മാഡം ഇപ്പൊ സത്യം ഇട്ടത് മരണപ്പെട്ടു പോയ സ്വന്തം മകന്റെ പേരില. ആ മോനെ കൊന്നു കുഴിച്ചു മൂടിയത് എന്റെ ഭർത്താവ്.
ഋഷിയെ കൊലപ്പെടുത്തിയത് ആദ്യം നന്ദു ഞങ്ങളോട് മൂടി വെച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ഒക്കെ തുറന്നു പറഞ്ഞു. ഞങ്ങൾ നന്ദുവിനെ പോലീസിൽ ഹാജരാക്കാനിരുന്നതിന്റെ തലേന്ന് നന്ദു കാണാതാവുന്നേ. ഇപ്പൊ ഞാൻ പശ്ചാത്താപം കൊണ്ട് നീറുക. ഒരു മകൻ മരിച്ചതറിഞ്ഞിട്ട് സ്വന്തം അമ്മ അവന് വേണ്ടി കാത്തിരിക്കുന്നു. എന്റെ വിഷമത്തേക്കാൾ എത്രയോ മേലെയാ മാഡത്തിന്റെ സങ്കടം. ഋഷിയുടെ ഡെഡ് ബോഡി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം ഉടനെ കണ്ടെത്തണമെന്നും അവശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ മാഡത്തെ ഏൽപ്പിക്കണമെന്നും ഞാൻ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസപ്രകാരം ആത്മാവിന്റെ ശാന്തിക്കുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം. ബലിയിടണം, പിണ്ടം വെക്കണം, അസ്ഥി ഒഴുക്കണം. മരണാനന്തര ക്രിയകൾ നമുക്കുടനെ ചെയ്യണം. ഋഷി എവിടെയാ കുഴിച്ചു മൂടിയതെന്ന് ഞാൻ കണ്ടുപിടിക്കും.